നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് കഴിഞ്ഞു. അടുത്ത ഒരു പുതിയ വേൾഡ് കപ്പ് സൈക്കിൾ ആരംഭിക്കുന്നു. അപ്പം ഒരുപാട് ദൂരെ നിന്ന് അടുത്ത വേൾഡ് കപ്പ് ആര് നേടും? നിലവിൽ ടീമുകളുടെ മാറ്റവും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും ഫുട്ബോൾ സ്ട്രെങ്ത്തും അവിടെ വളർന്നു വരുന്ന താരങ്ങളുടെ കണക്കുമൊക്കെ വെച്ചുകൊണ്ടൊരു പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏർലി പവർ റാങ്കിങ് ആർക്കായിരിക്കും അടുത്ത കിരീടത്തിന് സാധ്യത കൂടുതൽ? ഇതാ ESPN അത്തരത്തിലുള്ള ഒരു പവർ റാങ്കിങ് തയ്യാറാക്കുന്നു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 15 ടീമുകളുടെ പവർ റാങ്കിങ് ആണ്. 15-ാം സ്ഥാനത്ത് അവർ കൊടുത്തിരിക്കുന്നത് മെക്സിക്കോയെയാണ്. ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്താണുള്ളത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവർ റൗണ്ട് ഓഫ് 16 ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിട്ടാണല്ലോ പുറത്ത്. അതൊരു കിടിലൻ പോരാട്ടമായിരുന്നു. ഏതായാലും മെക്സിക്കോ നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഗിൽബർട്ടോ മോറയെ പോലുള്ളവർ ഭാവിയിലേക്കുള്ള അവരുടെ മുതൽക്കൂട്ടുമാണ്. ഏതായാലും ഒരുപാട് വർക്ക് അവരുടെ പുതിയ കോച്ച് റഫ മാർക്കേസിന് ചെയ്യാനുണ്ട്. ഇപ്പം അവർക്ക് എഡ്സൺ അൽവാരസ്, റോബർട്ടോ അൽവറാഡോ, ഹുലിയൻ കിനോനസ് ഇങ്ങനെയുള്ള താരങ്ങളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അടുത്ത സൈക്കിളിൻ്റെ തുടക്കത്തിലെന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ 15-ാം സ്ഥാനത്ത് വരുമ്പോൾ 14-ാം സ്ഥാനത്ത് ഏഷ്യൻ ടീമായ ജപ്പാനാണ്. കിരീട സാധ്യതയിൽ 14-ാമത് ജപ്പാൻ. കറണ്ട് ഫിഫ റാങ്കിങ് 17ആണ്. റൗണ്ട് ഓഫ് 32 ബ്രസീലിനോട് തോറ്റിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അവർ പുറത്തായത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ സുപ്രധാന താരങ്ങൾ വറ്റാരു എൻഡോ, കോറു മിതോമ, തക്കുമി മിനാമിനോ ഇങ്ങനെയുള്ളവർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല, പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്. എന്നിട്ടും അവർ മോശമല്ലാത്തൊരു പ്രകടനം നടത്തുകയുണ്ടായി. ഭാവിയിലേക്ക് അവർക്ക് മികച്ചൊരു ടീമുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അവരുടെ അണ്ടർ 19, അണ്ടർ 21 അതുപോലെ ഒളിമ്പിക് ടീമുകളൊക്കെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുന്നവരാണ്. സോ ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ ജപ്പാനിലുണ്ട്. 13-ാമത് കൊളംബിയ. ഫിഫ റാങ്കിങ്ങിൽ 11-ാമതാണ് അവരിപ്പോൾ നിലവിലുള്ളത്. സ്വിറ്റ്സർലൻഡാണ് അവരെ റൗണ്ട് ഓഫ് 16 പോയ വേൾഡ് കപ്പിൽ പുറത്താക്കിയത്. അത് സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇനിയുമുള്ളത്. സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. കുറച്ച് കാലം കൂടി അവരെ ആ താരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ വേണം കരുതാൻ. ലൂയിസ് ഡേസിനെ പോലുള്ളവർ, അതുപോലെ ഡാനിയൽ മുനോസ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവർക്കുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. 12-ാമത് ഇറ്റലി. ഇറ്റലിയോ? ഇറ്റലി തന്നെയിടോ. അടുത്ത വേൾഡ് കപ്പിൽ കിരീട സാധ്യതയുള്ള ടീമുകളുടെ കൂട്ടത്തിൽ 12-ാമത്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ അവർ 15-ാമതാണ്. ഈ വേൾഡ് കപ്പിന് അവർ ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിന് അവർ ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിന് അവർ ക്വാളിഫൈ ചെയ്തിട്ടില്ല. 3 വേൾഡ് കപ്പുകളായി. അപ്പോൾ മാൻസിനിയെ വീണ്ടും കൊണ്ടുവന്നുകൊണ്ട് ഒരു ശ്രമം അവർ നടത്തുകയാണ്. ഇതല്ലായിരുന്നു അവരുടെ പ്ലാൻ എ. അതിൽ പൗലോ മാൽദീനി ടെക്നിക്കൽ ഡയറക്ടറായിട്ടും അഡ്വൈസറായിട്ട് ലിയനാർഡോയും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആൻഡ്രിയ പിർലോയെ കോച്ചായി വെക്കാത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം കാരണം എന്തായാലും അവർ അവിടെ നിന്ന് പോയി. ഇനി വീണ്ടും മാൻസിനിയെ വെച്ചിട്ട് അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവർക്കുണ്ട്. എന്തുകൊണ്ട് വേൾഡ് കപ്പ് യോഗ്യത നേടിയില്ല എന്ന് പറഞ്ഞാൽ അത് ചില ദിവസങ്ങളിലെ മോശം പ്രകടനം തിരിച്ചടിയായി എന്ന് പറയാനുള്ളൂ. നല്ല താരങ്ങൾ അവർക്കുണ്ട്. അലസാൻഡ്രോ ബസ്റ്റോണി, അതുപോലെ തന്നെ റിക്കാർഡോ കലാഫിയോറി, ഫെഡറിക്കോ ഡിമാർക്കോ, അവർക്കിനിയും ഒരുപാട് ഈ ഒരു ലെവലിൽ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നിക്കോ ബറല്ല, സാൻഡ്രോ ടൊണാലി, അല്ലേ, എത്ര മികച്ച താരങ്ങളാണെന്ന് നോക്കണം. അതുപോലെ തന്നെ മാത്യു റെറ്റഗയും മോയിസസ് കീനും ഒക്കെ അവരുടെ മുന്നേറ്റത്തിൽ ഇനിയും ഉണ്ടാവും. റോബർട്ടോ മാൻസിനിക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവട്ടെ. 11-ാമത് ബെൽജിയം. ഫിഫ റാങ്കിൽ നിലവിൽ 8-ാമതാണ്. റൊമേലു ലുക്കാക്കു, KDB, തിബോട്ട് കോർട്ടുവ ഇങ്ങനെയുള്ളവരൊന്നും അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ലെന്ന് കരുതാം. പക്ഷേ എന്നാലും അവർക്ക് മികച്ച താരങ്ങൾ വേറെയുണ്ട്. ജെർമി ഡോക്കുവിനെ പോലുള്ള താരങ്ങൾ, മാഡോനാന, അതുപോലെ ലെമ്മൻസ് തുടങ്ങിയവരൊക്കെ അടുത്ത വേൾഡ് കപ്പ് സൈക്കിൾ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമുക്കറിയാമല്ലോ, ക്വാർട്ടർ ഫൈനൽസിൽ സ്പെയിനിനോട് തോറ്റിട്ടാണ് അവർ പുറത്തായത്. അടുത്ത വേൾഡ് കപ്പിൽ അവർ മുന്നോട്ടേക്ക് കുതിക്കാനുള്ള സാധ്യതയുണ്ട്. 10-ാമതാണ് നെതർലൻഡ്സ്. ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ 9-ാമതാണ്. മൊറോക്കോയാണ് അവർ റൗണ്ട് ഓഫ് 32 പുറത്താക്കിയത്. ഏതായാലും ടാലൻ്റ് അവർക്ക് അവിടെ ഉണ്ട്, സംശയമില്ല. കോഡി ഗാക്പോ, അതുപോലെ ഡോണിയൽ മാലൻ, പിന്നെ ബ്രിയാൻ ബ്രോബി തുടങ്ങിയ ടാലൻ്റ് അവിടെ ഉണ്ട്. അടുത്ത സൈക്കിളിൻ്റെ തുടക്കത്തിൽ എന്തായാലും അവരുണ്ടാവും. മുന്നോട്ട് പോകുമ്പോൾ എന്തെന്നുള്ളത് കണ്ടറിയണം.
വെർജിൽ വാൻ ഡൈക്കിനെ പോലുള്ളവർ അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. എന്നാൽ പോലും അത് നെതർലൻഡ്സാണ്. എപ്പോഴും അവർക്ക് നല്ല സാധ്യത നമ്മൾ കാണാറുമുണ്ട്. 9ാമത് നോർവേ. ഫിഫ റാങ്കിൽ നിലവിൽ 19ാമതാണ്. ഇംഗ്ലണ്ടാണ് അവരെ ക്വാർട്ടർ ഫൈനൽസിൽ പരാജയപ്പെടുത്തിയത്. പക്ഷേ ആ ഒരു വിവാദ ഗോളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ബ്രസീലിനെ പോലും പരാജയപ്പെടുത്തി വന്ന ടീമാണ്. അടുത്ത വേൾഡ് കപ്പിന് അവരുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എർലിംഗ് ഹാലൻഡ് തന്നെയാണ് അവരുടെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കാൻ പോകുന്നത്. മാർട്ടിൻ ഒഡേഗാർഡും ഓസ്കാർ ബോബും ആൻ്റോണിയോ ന്യൂസയും അല്ലേ, ഗോൾ കീപ്പർ, അതുപോലെ ഓറിയാൻ നൈലൻഡും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും അവർക്ക് മികച്ച ടീമുണ്ട്, കൂടുതൽ മികച്ച താരങ്ങൾ ഇനിയും വരാനുമുണ്ട്. സോ അവർ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത് വരുന്നു. പവർ റാങ്കിങ്ങിൽ 8ാമത് ജർമ്മനിയാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പോയ ടീം, ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 എത്തി അവിടെ പുറത്തായ ടീം. പരാഗ്വേയാണ് അവർ പുറത്തായത്. ടീം ഡെവലപ്പായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ഈ വേൾഡ് കപ്പ്. മാനുവൽ ന്യൂയറൊക്കെ വീണ്ടും വിരമിച്ചിട്ടുണ്ട്. കോച്ച് ജൂലിയൻ നെഗൽസ്മാൻ പുറത്തു പോയി കഴിഞ്ഞു. യർഗൻ ക്ലോപ്പാണ് അവരുടെ കോച്ച്. അത് തന്നെയാണ് അവരുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും ശക്തിയുമൊക്കെ. എന്തായാലും ഫ്ലോറിൻ വേർട്സും ജമാൽ മുസിയാലയും അലക്സാണ്ടർ പവ്ലോവിച്ചും ഒക്കെ അടുത്ത വേൾഡ് കപ്പിനുണ്ടാവും. പിന്നെ യർഗൻ ക്ലോപ്പല്ലേ, അടുത്ത 4 വർഷത്തേക്കാണ് കരാറ്. സോ ജർമ്മനി കുതിച്ചുയർന്നാൽ അത്ഭുതപ്പെടാനില്ല. 7ാമത് അർജൻറ്റീന. അതെങ്ങനെയാണ് അർജൻറ്റീന 7ാമതൊക്കെ താഴേക്ക് പോകുന്നത്? ഫിഫ റാങ്കിൽ 2ാമതല്ലേ എന്നൊക്കെ ചോദിക്കാനാളുണ്ടാവും. പക്ഷേ പരഡസ് പറഞ്ഞാണ് എൻ്റെ ശരി. ഇനി തുടരണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പല താരങ്ങളും. അതുതന്നെയാണ് കാര്യം. പലർക്കും പ്രായമായി. മെസ്സിയുടെ ഒരു ചിറകിലേറിയിട്ടാണ് ഇത്തവണ ഫൈനലിലെത്തിയത്. അടുത്ത വേൾഡ് കപ്പ് എന്തായാലും മെസ്സി കളിക്കാനുണ്ടാവില്ല. സ്കലോനി തുടരുന്ന കാര്യവും സംശയമാണ്. സോ അർജൻറ്റീന ടീമിലൊരു വമ്പൻ അഴിച്ചുപണി നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിന് ഇനി ബിൽഡ് ചെയ്ത് വന്നിട്ട് വേണം. ഏതായാലും 7ാമതാണ് അവരുള്ളത്. 6ാമത് മൊറോക്കോ. ഫിഫ റാങ്കിങ്ങിൽ 6ആണ്. ഫ്രാൻസാണ് അവരെ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. കിടിലൻ ടീമുണ്ട്. പിന്നെ നമുക്കറിയാലോ, ഇസ്മായിൽ സൈബരി, അയൂബ് ബുവാദി തുടങ്ങിയവരൊക്കെ ഭാവിയിലേക്കുള്ള അവരുടെ മുതൽക്കൂട്ടാണ്. അത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ യൂത്ത് വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാണെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് നോക്കണം. അതായത് അണ്ടർ 20 വേൾഡ് കപ്പ് വിന്നേഴ്സാണ് 2025. അണ്ടർ 17 വേൾഡ് കപ്പ് നോക്കുക. അണ്ടർ 17 വേൾഡ് കപ്പ് അല്ല, അണ്ടർ 17 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് അവർ വിന്നേഴ്സാണ്. അണ്ടർ 17 വേൾഡ് കപ്പിൽ അവർ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളാണ്. സോ ഒരു 2ാം നിര അവിടെ വളർന്നു വരുന്നുണ്ട്. അതുകൂടി ചേരുമ്പോൾ ഈ ടീം ഫുട്ബോൾ ലോകത്ത് പവർ ഹൗസ് ആയിട്ട് പെട്ടെന്ന് ഉയർന്നു വന്നതാണ്. അത് അവർ തുടരുന്നു വേണം കരുതാൻ. പവർ റാങ്കിൽ 5ാമത് ആരാന്നറിയോ? ബ്രസീലാണ്. ബ്രസീൽ ഫിഫ റാങ്കിൽ ഇപ്പോൾ 5ാമത്, നമ്മുടെ പവർ റാങ്കിങ്ങിലും 5ാമത്. ഈ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 അവർ എലിമിനേറ്റഡ് ആയി. കുറേ നാളുകൾക്ക് ശേഷമാണ് വേൾഡ് കപ്പിൽ അവർ ക്വാർട്ടർ ഫൈനൽ കടക്കാതെ പുറത്താവുന്നത്. അതിന് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കാർലോ അഞ്ചലോട്ടിക്ക് അധികം സമയമൊന്നും ടീമിനെ ഒരുക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല എന്നൊക്കെ. ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല. അടുത്ത വേൾഡ് കപ്പ് സൈക്കിളിലേക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അവസരം കൊടുത്തിരിക്കുകയാണ്. വിനി ജൂനിയർ അടുത്ത വേൾഡ് കപ്പിലുണ്ടാവും. എസ്റ്റവായോ വില്യൻ പരിക്ക് മാറി മടക്കി വരും. എൻട്രിക്കും അതുപോലെ മറ്റ് മുന്നേറ്റതര താരങ്ങളൊക്കെ അവിടെ സജ്ജരാണ്. അപ്പം മോശമല്ലാത്തൊരു ടീം അടുത്ത വേൾഡ് കപ്പിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ്രി സാൻഡോസ്, ചാവോ പെട്രോ തുടങ്ങിയ താരങ്ങൾ ഈ വേൾഡ് കപ്പിന് നഷ്ടമായിരുന്നു. അവരെ കൊണ്ടുവരുന്ന കരുതാം. സാവിഞ്ഞോക്ക് സാധ്യത കാണുന്നു. അപ്പം നിലവിലൊരവസ്ഥയിൽ ഗബ്രിയൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ 28 വയസ്സിലായിരിക്കും. മാർക്കിന്യോസ് 32 വയസ്സിലായിരിക്കും. അപ്പോൾ അവർ എത്രത്തോളം തുടരും എന്നുള്ളത് കണ്ടറിയണം. എനിവേ മോശമല്ലാത്ത ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബ്രസീലിൽ നിന്ന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ആഞ്ചലോട്ടി അത് ചെയ്യും. ഡോൺ കാർലോയുടെ മികവ് കൂടിയാകുമ്പോൾ ബ്രസീൽ 6ാം കിരീടം സ്വപ്നം കാണാം അടുത്ത വേൾഡ് കപ്പിലും. 4ാമതാണ് പോർച്ചുഗൽ. ഫിഫ റാങ്കിങ്ങിൽ 7ാമതാണ്. ഇത്തവണ റൗണ്ട് ഓഫ് 16 സ്പെയിനാണ് അവരെ പുറത്താക്കിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എറ അവസാനിച്ചു. അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴുള്ള കാര്യം പറയുന്നത്. നല്ല ടീം എന്തായാലും പോർച്ചുഗലിനുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും ഒക്കെ 30 കടന്നു നിൽക്കുകയാണ്. പിന്നെ റൂബൻ ഡയസ്, ജാവോ കൺസെലോ ഇങ്ങനെയുള്ളവരൊക്കെ പുറത്താവാനുള്ള സാധ്യതയുണ്ട് പ്രായം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ജാവോ നെവസ്, വിത്തീഞ്ഞ, ന്യൂനോ മെൻഡസ് ഇങ്ങനെയുള്ള താരങ്ങൾ അവിടെ തുടരും. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിലുള്ള സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ ഹോസ്റ്റുമാരാണ്. അതിൻ്റെ ആവേശത്തിൽ അവരൊരു കുതിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല.
4-ാം സ്ഥാനം വരുന്നു. 3-ാമതാണ് ഇംഗ്ലണ്ട്, ഫിഫ റാങ്കിങ് 4-ാമതാണ്. അർജൻറ്റീനയാണ് സെമി ഫൈനലിൽ ഈ വേൾഡ് കപ്പിൽ അവരെ എലിമിനേറ്റ് ചെയ്തത്. കോച്ച് തോമസ് ടുഷലിൻ്റെ ആ ഒരു ടാക്ടിക്സിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവരുടെ ടീം വളരെ മികച്ചതാണ്. ഹാരി കെയ്നൊക്കെ ഒരു പക്ഷേ പടിയിറങ്ങിയേക്കും, എന്നാലും സൂപ്പർ താരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം ബുക്കായോ സാക്ക, ഡെക്ലാൻ റൈസ്, നോനി മഡൂക്ക്, എബ്രചീസെ അല്ലേ, അങ്ങനെ 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 നല്ല സൂപ്പർ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. അടുത്ത വേൾഡ് കപ്പ് എത്തുമ്പോഴും അവരൊരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. 2-ാമതാണ് ഫ്രാൻസ്. ദിദിർ ദശാം പോയി, ഇനി സിനദിൻ സിദാനാണ് കിരീടങ്ങൾ നേടിയിട്ടുള്ള. റയലിൽ മാത്രമേ അദ്ദേഹം കോച്ചായിട്ടുള്ളൂ, അവിടെ പക്ഷേ അദ്ദേഹം കിരീടങ്ങൾ വാരിക്കൂട്ടിയായിരുന്നു. സോ അദ്ദേഹമാണ് കോച്ച്. എംബാപ്പെ അടുത്ത വേൾഡ് കപ്പിലുണ്ടാവും പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ. ഒലീസ ഉണ്ടാവും, ചെർക്കി ഉണ്ടാവും, ബർക്കോള ഉണ്ടാവും, ഡിസർഡു ഉണ്ടാവും, ഓസ്മാൻ ഡംബലെ ഉണ്ടാവും. പിന്നെന്താ പ്രശ്നം? അവരുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. വലിയൊരു മാറ്റമില്ലാത്ത ടീമിനെ കൊണ്ടുപോകാൻ കഴിയും. ഒന്നുകൂടി ശക്തിവത്തായ ടീമും കൊണ്ട് അവർ വരും. 1-ാമത് സ്പെയിന്, ഫിഫ റാങ്കിങ്ങിൽ 1-ആണ്, നിലവിൽ ചാമ്പ്യന്മാരാണ്. ലമീൻ യമാലൊക്കെ അദ്ദേഹത്തിൻ്റെ പീക്കിലേക്ക് കടക്കുകയായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ. സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. പൗ കുബാർസി യങ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് സ്വന്തമാക്കിയ ആൾ. എല്ലാം കൊണ്ടും പിന്നെ ലാലീഗയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു വലിയ രൂപത്തിലുള്ള പ്രതിഭാ ധാരാളിത്തം എല്ലാം കൂടി ചേരുമ്പോൾ അടുത്ത വേൾഡ് കപ്പിലും നമ്മൾ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് 1-ാം സ്ഥാനത്ത് സ്പെയിനിനെ കാണാം. വളരെ പെട്ടെന്ന് ഞാൻ ആ പവർ റാങ്കിങ്ങിലെ സ്ഥാനങ്ങളൊന്ന് പറയാം. 1 സ്പെയിന്, കൂടുതൽ കിരീട സാധ്യത സ്പെയിന് തന്നെ. 2 ഫ്രാൻസ്, 3 ഇംഗ്ലണ്ട്, 4 പോർച്ചുഗൽ, 5 ബ്രസീൽ, 6 മൊറോക്കോ, 7 അർജൻറ്റീന, 8 ജർമ്മനി, 9 നോർവേ, 10 നെതർലൻഡ്സ്, 11 ബെൽജിയം, 12 ഇറ്റലി, 13 കൊളംബിയ, 14 ജപ്പാൻ, 15 മെക്സിക്കോ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.